ഡൽഹിയിൽ നിരവധി സ്കൂളുകളിൽ ബോംബ് ഭീഷണി. ഇമെയിൽ വഴിയാണ് ഭീഷണി സന്ദേശം എത്തിയത്. ദ്വാരകയിലെ ഡൽഹി പബ്ലിക് സ്കൂൾ, സംസ്കൃതി സ്കൂൾ എന്നിവിടങ്ങളിലാണ് പരിശോധന നടക്കുന്നത്. ബോംബ് സ്ക്വാഡ് എത്തിയാണ് ഈ ഒരു പരിശോധന നടത്തുന്നത്. ഡൽഹിയിൽ നിന്നും എസ് നന്ദഗോപൻ ചേർന്നുണ്ട്. നന്ദഗോപൻ, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഡൽഹിയിലെ വിവിധ ഭാഗങ്ങളിലുള്ള പല സ്കൂളുകൾക്കും ഇത്തരത്തിൽ ബോംബ് ഭീഷണിയുള്ള സന്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇമെയിൽ വഴിയും അതേപോലെ തന്നെ ഫോൺ കോൾ വഴിയുമൊക്കെയാണ് സന്ദേശം ലഭിച്ചത്. പ്രധാനമായും ദ്വാരകയിലെ ഡൽഹി പബ്ലിക് സ്കൂൾ, അതേപോലെ തന്നെ സംസ്കൃതി സ്കൂൾ, മയൂർ വിഹാറിലെ മദർ മേരി സ്കൂൾ തുടങ്ങിയ സ്കൂളുകൾക്കാണ് ഇത്തരത്തിൽ അവിടെ ബോംബ് വെച്ചിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള ഭീഷണികൾ ഇന്ന് ഫയർഫോഴ്സ് ആസ്ഥാനത്തും അതേപോലെ തന്നെ പോലീസ് ആസ്ഥാനത്തും ഇമെയിലായും ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസും അതേപോലെ തന്നെ ബോംബ് സ്ക്വാഡ് ചേർന്ന് സമഗ്ര പരിശോധന നടത്തി വരികയാണ്. ഇതിനോടകം തന്നെ ചില സ്കൂളുകളിലെ പരിശോധന കഴിഞ്ഞു. എന്നാൽ ഇവിടങ്ങളിൽ നിന്നും തന്നെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്ന് മെയ് 1 അധ്യയന ദിവസം അല്ലാത്തതിനാൽ തന്നെ ഈ ബോംബ് സ്ക്വാഡിനും അതേപോലെ തന്നെ പോലീസിനും വലിയ രീതിയിൽ പ്രയാസം ഉണ്ടായില്ല. അവർക്ക് കൃത്യമായി തന്നെ പരിശോധിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എല്ലായിടങ്ങളിലും കൃത്യമായി തന്നെ പരിശോധിച്ച് വരികയാണെന്നാണ് പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഇനി കുറച്ച് സ്കൂളുകൾ കൂടി, അതായത് ഈ കോളുകൾ ലഭിച്ച അല്ലെങ്കിൽ ആ സ്കൂളുകളിലൂടെ പറഞ്ഞ ചില സ്കൂളുകളിൽ കൂടി പരിശോധന നടത്താനുണ്ട്. അതിനുശേഷം മാത്രമേ പൂർണ്ണമായും പോലീസും അതേപോലെ തന്നെ ബോംബ് സ്ക്വാഡും ഈ മിഷനിൽ നിന്ന് പിൻവാങ്ങുമെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. നന്ദഗോപൻ, ഈ സുരക്ഷയുടെ ഭാഗമായി സ്കൂളുകളിലെ കുട്ടികളെയും അധ്യാപകരെയും ഒക്കെ അവിടെ നിന്നും ഒഴിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഇന്ന് മെയ് 1 ഇന്ന് അധ്യയനമില്ല. ഈ ഒരു സാഹചര്യത്തിൽ പോലീസിനും അതേപോലെ തന്നെ ഡോഗ് സ്ക്വാഡിനും അതേപോലെ തന്നെ ബോംബ് സ്ക്വാഡിനും ഒക്കെ തന്നെ പരിശോധനയ്ക്ക് വളരെ എളുപ്പമായിരുന്നു. വിദ്യാർത്ഥികളും അധ്യാപകരൊന്നും ഇല്ലാത്തതിനാൽ തന്നെ അവർക്ക് കൃത്യമായി എല്ലായിടങ്ങളിലും പരിശോധിക്കാൻ സാധിച്ചു. മറ്റ് ഭീഷണികളൊന്നും തന്നെ ഇല്ല എന്ന് അവർ വ്യക്തമാക്കി. ഇതിനോടകം തന്നെ മയൂർ വിഹാറിലെയും ദ്വാരകയിലെ ചില സ്കൂളുകളിലും പരിശോധനകൾ പൂർണ്ണമായി കഴിഞ്ഞു. അവിടങ്ങളിൽ നിന്നും തന്നെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പോലീസ് വ്യക്തമാക്കുന്നത് ഇത് ആരോ പറ്റിക്കുവാൻ വേണ്ടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉദ്ദേശത്തോടു കൂടിയോ നൽകിയ ഇമെയിൽ സന്ദേശവും കോളും ഒക്കെ ആയിരിക്കും എന്നുള്ളതാണ്. ഏതായാലും ഇത് സംബന്ധിച്ച അന്വേഷണം നടക്കുകയാണ്. നന്ദഗോപൻ, മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇമെയിൽ വഴിയാണ് ഈ ഒരു സന്ദേശം വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അത് കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം സൈബർ വിഭാഗത്തിൻ്റെത് അങ്ങനെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? എസ് നന്ദഗോപനാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചിട്ടുള്ളത്. ഡൽഹിയിലെ സ്കൂളുകളിൽ ബോംബ് ഭീഷണിയെ തുടർന്ന് പരിശോധന നടക്കുകയാണ്. നന്ദഗോപനിലേക്ക് തന്നെ വരാം. വളരെ ശക്തമായ പരിശോധനയാണ് ഇപ്പോൾ സ്കൂളുകളിൽ കേന്ദ്രീകരിച്ച് നടത്തുന്നത്. ഡൽഹിയിലെ നിരവധി സ്കൂളുകളിലാണ് ഇത്തരത്തിലൊരു ബോംബ് ഭീഷണി എത്തിയത്. ഈ ഒരു ഭീഷണി സന്ദേശം ഇമെയിൽ വഴിയാണ് ലഭിച്ചതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിരവധി സ്കൂളുകളിൽ ഇത്തരത്തിൽ ബോംബ് വെച്ചതായുള്ള ഒരു ഭീഷണി സന്ദേശം എത്തിയതിനെ തുടർന്ന് പരിശോധനകളും ആരംഭിച്ചിട്ടുണ്ട്. ബോംബ് സ്ക്വാഡ് സ്ഥലത്തെത്തിയാണ് ഈ ഒരു പരിശോധന ഇപ്പോൾ നടത്തുന്നത്. ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ശക്തമായൊരു സുരക്ഷ ഇപ്പോൾ തന്നെ സ്കൂളുകളുടെ പരിസരത്തും മറ്റും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിരവധി ആളുകൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആശങ്കയിലാണ്. എന്തു തന്നെയായാലും പരിശോധനകൾ കൃത്യമായി പുരോഗമിക്കുകയാണ്. ബോംബ് സ്ക്വാഡ് എത്തിയാണ് ഇപ്പോൾ ഈ പരിശോധനയെല്ലാം നടത്തുന്നത്. എസ് നന്ദഗോപനാണ് വിശദമായ റിപ്പോർട്ടുകളും പങ്കുവച്ചത്.